മുഖത്തിന് നല്ല തിളക്കം വേണം. സൺ ടാനും ഡെഡ് സെൽസും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയും വേണം. ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഫേസ് പാക്ക് മാത്രം ഇട്ടാൽ മതിയെന്ന് പറയുന്ന മടിയുള്ളവരാണ്, തിരക്ക് കൂടുതലുള്ളവരാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് വേണമെങ്കിൽ ഇതാണ് അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം. ഏതൊരു പ്രായക്കാർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? കുറച്ച് മെസ്സി ആയിട്ടൊക്കെ കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് മാക്സിമം ഇതിന് റിസൾട്ട് കിട്ടുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ ഒരു റിസൾട്ട് ഉണ്ടല്ലോ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞു പോകുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമ്മുടെ സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ പകുതിയായിട്ട് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുക്കാം. നീര് കുറഞ്ഞ തക്കാളിയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നല്ല നീരുള്ള തക്കാളിയാണെങ്കിൽ ഇതുപോലെ പകുതിയായിട്ട് മുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ നീര് നമ്മളതൊന്ന് പിഴിഞ്ഞങ്ങ് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ പിഴിയുന്നത് പോലെ പിഴിഞ്ഞാൽ മതി. ഇത് നല്ല നീരുള്ള തക്കാളിയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നേരത്തെ പറഞ്ഞ കൂട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലോണം അരയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഒരു തക്കാളിയൊക്കെ നമുക്ക് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ട് ഇതുപോലെ അകത്തുള്ള നീരെടുക്കുക. ഇതും വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ ഈ ബാക്കി വരുന്ന ഇതുണ്ടല്ലോ അതിൻ്റെ പുറം തോട്, അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കറിക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ വേറെ തക്കാളികൾ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലാതെ ഇതുകൊണ്ട് കറിക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവാൻ പോണില്ല. കാര്യം നമ്മളതിൻ്റെ ജ്യൂസൊക്കെ കംപ്ലീറ്റ്ലി പുറത്തെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. സ്കിന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സൺ ടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയാണ്. ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. അടുത്തതായിട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലിക്വിഡ് ഐറ്റംസ് ഇതിൽ കൂടുതലാണ്. നന്നായിട്ട് നമുക്ക് തക്കാളിയുടെ നീര് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതിലോട്ട് തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിന് ഒരു ലിക്വിഡ് ൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. സോ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് ഒരല്പം മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. സ്കിന്നിനെ സ്ക്രബ് ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് റെഗുലർ ബേസിൽ അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും കൂടുതൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത്. എത്രയാണോ വളരെ കുറച്ച് മാത്രം നമ്മൾ ചേർത്ത് ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. തിക്കായിട്ടല്ല, വളരെ തിന്നായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ലൂസായിരിക്കണം. അപ്പോഴാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഫേസിൽ ഡ്രൈ ആവാതെ വെച്ചിരിക്കാനായിട്ട് പറ്റുള്ളൂ. കട്ടയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് സ്കിന്നിൽ ഡ്രൈ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് കെട്ടി വയ്ക്കുന്നെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. കെട്ടി വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കഴുത്തിലും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഞാനിപ്പം കഴുത്ത് കയറിയ ഒരു ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ നമ്മൾ ഫേസിലോട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്ത് കാണിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ എൻ്റെ ഫേസിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയുടെ കുരുവാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തക്കാളി അരച്ചിട്ട് പിന്നെ എടുക്കുക. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. അരച്ചിട്ട് അരിച്ചെടുത്താൽ കുരുവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുക്കൾ എങ്ങനെയാണ് നമുക്ക്, അതായത് നമ്മുടെ ഈ തക്കാളിയുടെ കുരുക്കൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വേറൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എക്സസൈസായിട്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് മാത്രം. ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്.
ഇനി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു 15 മിനിറ്റോളം ഇരിക്കും. 12 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് സെമി ഡ്രൈ ആവും. ഞാനത് ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട്, പ്രത്യേകം ഒരു ഫംഗ്ഷൻ വരികയാണെന്നാണെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് അതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെ പോയാലും തലേ ദിവസം അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അന്ന് രാവിലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഓവർ ഓയിലി ആയിട്ടുള്ള ഒരു ഐറ്റവും ചേർക്കാത്തത് കൊണ്ട് തന്നെ മുഖത്ത് എണ്ണമയം ഉണ്ടാകുമെന്നോ ഒരു ഡൾനെസ് ഉണ്ടാകുമെന്നോ പേടിക്കേണ്ട കാര്യമില്ല. സോ ഇതിൽ നമ്മൾ തക്കാളിയുടെ നീരെടുത്തതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് ഓയിലി സ്കിന്നി ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് പാല് തൈരൊക്കെ സെറ്റ് ആവാത്തവർക്കും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഓയിലി സ്കിന്നാണെങ്കിലും തൈര് പാല് തുടങ്ങിയ സാധനങ്ങൾ അലർജി ആയിട്ടുള്ളവർ സെറ്റ് ആവാത്തവർ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ടിൻ്റ് ആവശ്യമാണെങ്കിൽ സ്കിന്നിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഏതൊരു പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. 15 വയസ്സ് മുതലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിതിൽ ഫുഡ് ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന ഐറ്റംസാണ്. പിന്നെ ഇത് കുറച്ച് വായിൽ പോവുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. തേനൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് കഴിക്കാനൊന്നും നിൽക്കേണ്ട, ഫേസിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു 12 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകും, സെമി ഡ്രൈ ആകും. ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വരും നമ്മുടെ സ്കിന്നിലോട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സെമി ഡ്രൈ ആയതുകൊണ്ട് ചില ഭാഗത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ചില ഭാഗത്ത് ഇതുപോലെ വെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ ആ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്ത് ഒരിക്കലും നമ്മൾ നമ്മുടെ ഈ ഒരു കൈ വെച്ച് സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് വെള്ളം തളിച്ച് കൊടുത്ത് അതൊന്ന് കുതിർന്നതിന് ശേഷം ചെറിയൊരു സ്ക്രബ് കൊടുത്ത് വാഷ് ചെയ്യുക. അപ്പോൾ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ്ലി പോകാനും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ്സും സോഫ്റ്റ്നെസ്സും നമ്മുടെ സ്കിന്നിന് തരാനും ഹെൽപ്പ് ചെയ്യും. നെറ്റിയുടെ അവിടെയൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതുപോലെയാണ് തോന്നുന്നത്. കവിളിൽ ചെറുതായിട്ട് നനവുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ സ്ക്രബ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ജസ്റ്റ് വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിൽ പതിയെ ഫിംഗർ ടിപ്പ് മാത്രം യൂസ് ചെയ്ത് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വൈപ്പ് ചെയ്ത് തുടച്ചെടുക്കാം. എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, എല്ലാവരും ചെയ്യണം. ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം, പക്ഷെ ചെയ്ത് കൊടുക്കണം. അലോവേര ജെല്ലാണെങ്കിൽ പോലും, നോർമൽ ഒരു അലോവേര ജെല്ലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഫീലാകും. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതൊന്നും നമുക്ക് വേണ്ട. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കുന്നത് റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും ഒരു ഗ്ലോ തരാനും അതുപോലെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കാനും നറിഷ് ആയിരിക്കാനും സഹായിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? സൂപ്പർ റിസൾട്ടാണ്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്ന ഐറ്റമാണ്. സൺ ടാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ആദ്യത്തെ ഒരാഴ്ച എല്ലാ ദിവസവും ചെയ്ത് നോക്കൂ, നന്നായിട്ട് മാറ്റം ഉണ്ടാവും. അല്ല എല്ലാ ദിവസവും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 2-3 ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുക. ഒറ്റ യൂസിൽ തന്നെ, ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. പക്ഷേ ഇത് നിർത്തരുത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നന്നായിട്ട് നമുക്ക് ഈസി ആൻഡ് അഫോർഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടിപൊളി ഒരു ഫേസ് പാക്കാണ്, മിസ്സാക്കാണ്ട് ട്രൈ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ആരും മറക്കണ്ട കേട്ടോ.